കാടിനോട് ചേർന്നുള്ള ഈ കോട്ടയിൽ ആരും ഇപ്പോൾ വരാറില്ല. പണ്ട് ആരാണിവിടെ താമസിച്ചിരുന്നതെന്നോ എന്തൊക്കെ ഇവിടെ സംഭവിച്ചതെന്നോ ആർക്കും അറിയില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ് വേരുകൾ കയറി നിലം പൊത്താറായെങ്കിലും ഇനിയും എന്തോ വലിയൊരു കാര്യം കൂടി ഇവിടെ സംഭവിക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ തോന്നും കോട്ട കണ്ടാൽ. അസാധാരണമായ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ചിലർ മാത്രം മുൻകൂട്ടി കണ്ടു. ചില കൊച്ചു ജീവികൾ. അവർ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്നു. കൂട്ടത്തോടെ കോട്ടയിലേക്ക് പാഞ്ഞു. ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ എലികൾ കോട്ടയ്ക്കകത്തും പരിസരത്തും കാത്തിരുന്നു. അതെ, ഏറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ കോട്ടയിൽ ഒരാൾ വരാൻ പോകുന്നു. പിറ്റേന്ന് മറ്റൊരിടത്ത്. മര്യാദയ്ക്ക് ആ യന്ത്രമിങ് എടുത്തോ, ഇല്ലെങ്കിൽ രണ്ടിനെയും സൂപ്പാക്കും. അയ്യോ! ലൊട്ടുലൊടുക്കിന്റെയും ഗുൽഗുലുമാളിന്റെയും പരീക്ഷണശാല. ഇന്നാ പിടിച്ചോ. തീർന്നില്ലേ? തീർന്നില്ല, ഇതിന്റെ ഗുട്ടൻസ് കൂടി പറഞ്ഞു തരണം. ദാ ഈ സൂചി പിറകോട്ട് തിരിച്ചാൽ കഴിഞ്ഞ കാലത്തിലെത്താം. ഓഹോ, 2 നൂറ്റാണ്ട് പിന്നോട്ട് പോകണമെങ്കിൽ സൂചി 2 നേരെ വെച്ചാൽ മതി. തട്ടിപ്പാണോ? സംഗതി നടക്കുമല്ലോ. നടക്കുമോന്ന്? നടന്നില്ലേ ഈ ലൊട്ടുലൊടുക്കിന് നീ അങ്ങ് തട്ടിക്കോ. 2 നൂറ്റാണ്ട് പിന്നിലേക്കൊക്കെ പോയാൽ തിരിച്ചു വരാൻ എന്തു ചെയ്യുമടോ? ഒന്നും ചെയ്യണ്ട. 1 മിനിറ്റാ യന്ത്രത്തിന്റെ സമയം. അത് കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരും. കേട്ടിട്ട് സംഗതി കൊള്ളാം. നമുക്കൊന്ന് പരീക്ഷിച്ചാലോ വിക്രമ? പഴയ കാലത്തേക്ക് പോയിട്ട് വല്ലതും അടിച്ചു മാറ്റിയിട്ട് വരാം. ഹാ, റെഡി. സൂയി തിരിക്കാൻ പോവുകയാ. സൂക്ഷിക്കണേ വിക്രമ. എന്റെ അമ്മോ, ദേ പോയി. വിക്രമനെ വല്ല ഗുഹ മനുഷ്യനും പിടിച്ച് തിന്നാതിരുന്നാൽ മതിയായിരുന്നു. 1 മിനിറ്റ് കഴിഞ്ഞത്. മുത്തു, എവിടെന്നാടാ ഈ പെട്ടി? സ്ഥലമൊന്നും മനസ്സിലായില്ല. എടുത്തപ്പം നല്ല വെയിറ്റ്. പിന്നൊന്നും നോക്കിയില്ല. എന്താ ഇതിനകത്ത്? ആർക്കറിയാം, തകർപ്പൻ ഡിസൈന. വല്ല രാജാവിന്റെ ആഭരണങ്ങളാവും. കുന്ത്രാണ്ടം, തുറക്കാനും പറ്റുന്നില്ല. വെട്ടിപ്പൊളിച്ചാലോ? അതിനാദ്യം കോടാലി കൊണ്ടുവരണം. അതുവരെ ഇതൊന്ന് ഒളിപ്പിച്ചു വയ്ക്കണം. പറ്റിയ ഒരു സ്ഥലമുണ്ട്, വാ. ഈ കോട്ടയ്ക്കകത്ത് വയ്ക്കാം. ഒരുത്തനും തിരിഞ്ഞു നോക്കില്ല. ഹാവ്, അങ്ങനെ അത് ഓക്കെ. പെട്ടിക്കകത്ത് സ്വർണമാകുമോ മുത്തു? രത്നങ്ങളാവും. രാധേ, വിക്രമനും മുത്തുവും. സ്വർണമായാലും രത്നമായാലും നമുക്ക് പപ്പാതി. വച്ചത് അവിടെ ആയതുകൊണ്ട് ആരും കാണുമെന്ന് പേടിക്കണ്ട. വേഗം വാ, ഇരുട്ട് മുമ്പ് തിരിച്ചെത്തണം. അവന്മാർ ഏതോ കൊള്ള കഴിഞ്ഞുള്ള വരവാ. ഏതായാലും നമുക്ക് മായാവിയെ വിളിച്ച് കാര്യം പറയാം. ഓം ക്രീം കുട്ടിച്ചാത്ത. മായാവി വന്നില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. ഇനി എന്തു ചെയ്യും? രാജു ഒരു നിമിഷം ആലോചിച്ചു. മായാവിയെ നമുക്ക് അന്വേഷിക്കാം. പക്ഷേ അതിനു മുമ്പ് വിക്രമന്റെ കാര്യം പോലീസിനോട് പറഞ്ഞാലോ? അല്ല, വേറൊരാളുണ്ട്. ഫോൺ നമ്പർ എനിക്കറിയാം. വേഗം വാ, വീട്ടിൽ ചെന്നിട്ട് ഫോൺ ചെയ്യാം. ലോകത്തിലെ ഏറ്റവും വിശ്രമം കുറഞ്ഞ ഫോണുകളിൽ ഒന്നിലേക്കാണ് രാജു വിളിച്ചത്. ടോണി ബ്ലെയർ ആവും. ലണ്ടൻ സ്ഫോടനം അന്വേഷിക്കാമോ എന്ന് ചോദിക്കാൻ വിളിക്കുമെന്ന് ബുഷ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. സ്ഫോടനത്തിൽ കോഴികൾ വല്ലതും ചത്തോന്നു കൂടി ചോദിച്ചേക്കണം. ഹലോ, ജമ്പൻ പോൾ വാൾട്ട് ഹിയർ. രാജു, രാധ. ടോണി ബ്ലെയറിന്റെ പിള്ളേരുടെ പേര് അതല്ലല്ലോ. ലണ്ടനിൽ നല്ലെന്നോ? ഓ ഓ ആഹാ, ആ
ജീംഹാം. ഈഹ കൂടി ബാക്കിയുണ്ട്. ഓക്കെ, ഞങ്ങളിതാ പുറപ്പെടുകയായി. അതായത് ഇന്നും പട്ടിണി. ഈഹാ. കുറ്റകൃത്യത്തിന്റെ വാർത്ത കിട്ടിയാൽ ജമ്പൻ സച്ചിൻ ടെണ്ടുൽക്കർ അടിച്ച പന്ത് പോലെ. എങ്ങോട്ടാണ് യാത്രയെന്ന് അസിസ്റ്റന്റിനോട് പറയാനുള്ള മര്യാദ ലോകത്തിലെ സകല ഡിറ്റക്റ്റീവുകൾക്കുമുണ്ട്. 2 കൊള്ളക്കാർ എവിടുന്നോ ഒരു പെട്ടി തട്ടിയെടുത്ത് എവിടെയോ ഒളിപ്പിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. കോഫി അന്നൻ കാപ്പി കുടിക്കാൻ ക്ഷണിച്ചതാണെന്ന ചാട്ടം കണ്ടപ്പോൾ വിചാരിച്ചത്. സ്റ്റുപ്പിഡ്, കൊള്ളയേക്കാൾ വലുതാണോ കാപ്പി? കേസ് അന്വേഷണത്തിനിടയിൽ അസിസ്റ്റന്റിന് പട്ടിണി മരണം സംഭവിച്ചാൽ ആർക്കാ മോശം? കൊള്ളയെങ്ങാനും കേട്ടാൽ തിളച്ചിടും ചോര ജമ്പന്റെ ഞരമ്പുകളിൽ എന്ന് അമിതാഭ് ബച്ചൻ എഴുതിയത് വായിച്ചിട്ടില്ലേ? ചിക്കൻ ഫ്രൈ തന്നെ അമൃതം, ചിക്കൻ ഫ്രൈ തന്നെ ജീവിതം, ചിക്കനില്ലേൽ നായ്ക്കൾക്കും മൃതി തന്നെ സുഖപ്രദം എന്നങ്ങേര് എഴുതി വച്ചിട്ടുണ്ട്. വിക്രമനും മുത്തുവുമാണ് പെട്ടി ഒളിപ്പിച്ചത്. കോടാലിയുമായി അവന്മാർ തിരിച്ചെത്തും മുമ്പേ പ്രാഥമിക അന്വേഷണം തീരണം. സ്റ്റോപ്പ്. വാട്ട് ഹാപ്പൻഡ്? 2 പേർ ഇവിടെ അലഞ്ഞു തിരിയുന്നതിന്റെ മണം വരുന്നു. തുമ്പന്റെ സംശയം തെറ്റിയ ചരിത്രമില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. ഓടേ തമ്പ്രാനെ, ആരാണ്? എന്തിനു വന്നു? ഇവിടെ എന്തു കാര്യം? എങ്ങോട്ട് പോകുന്നു? ഞാനൊരു മന്ത്രവാദിയാണേ. പേര് ഡാക്കിനി. ഇത് ലുട്ടാപ്പി, കുട്ടിച്ചാത്തന്. ഛായ്, മന്ത്രവാദിയും കുട്ടിച്ചാത്തനും. ജമ്പനോട് മാന്ത്രിക സീരിയലിന്റെ കഥ പറയാനുള്ള നേരമല്ല ഇത്. നിങ്ങളെ കണ്ടിട്ട് ഫാൻസി ഡ്രസ്സുകാരുടെ മട്ടുണ്ട്. സത്യം പറ, ഈ കൊമ്പും പല്ല് പ്ലാസ്റ്റിക് അല്ലേ? അല്ല, ഒറിജിനൽ ആണേ. ചുവപ്പ് കളർ പെയിന്റ് അല്ല, ഞാൻ മണത്തു നോക്കി. സത്യമായിട്ട് ഞാൻ കുട്ടിച്ചാത്തന, വേണേൽ തെളിയിച്ചു തരാം. ദാ പിടിച്ചോ. ഫയർ! ഇവനെന്താ തീപ്പെട്ടി വിഴുങ്ങിയോ? ഉഗാണ്ടയിലെ ആദിവാസികൾ ഇതുപോലെ തീ ഊതുന്നത് കണ്ടിട്ടുണ്ട്. നീ ഉഗാണ്ടക്കാരനല്ലേ? അമ്മുമ്മേ, ഇവന്മാർക്ക് തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. ബോസ്, ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം പറയാം. ഇവർ കുട്ടിച്ചാത്തൻ തന്നെ. എടുത്തു ചാടിയാൽ ലോകത്തിന് ഒരു ഡിറ്റക്റ്റീവിനെ നഷ്ടമാവും. കൊള്ളക്കാർ വേണോ കുട്ടിച്ചാത്തൻ വേണോ? അതാണ് ചോദ്യം. ഞാൻ കുട്ടിച്ചാത്തനെ പിടിക്കാൻ പോയെന്ന് കേട്ടാൽ അമേരിക്കക്കാരെ എന്ത് വിചാരിക്കും? അതുകൊണ്ട് നീ ഇവിടെ നില്ലേ, ഞാൻ കൊള്ളക്കാരെ പിടിച്ചിട്ട് വരാം. അത് ശരി, അപ്പോൾ തടി ഊരാൻ തീരുമാനിച്ചുവെന്ന് ചുരുക്കം. ആ പോക്ക് കണ്ടാൽ പേടിച്ച് പറക്കാൻ പായതാണെന്ന് തോന്നുകയേയില്ല. കാണാൻ നല്ല ശൈലി. എന്താണ് പട്ടിക്കുട്ട നിന്റെ പേര്? യു ഷട്ടപ്പ്. ലോക പ്രശസ്തനായ ഒരു ഡിറ്റക്റ്റീവിനെ എടാ പോടാന്ന് വിളിക്കുന്നു. അത് കലക്കി. നേരത്തെ പോയ മൊട്ടത്തലേനെ പോലെ അല്ല ഈ തുമ്പൻ. കുട്ടിച്ചാത്തന്മാരെ തീരെ പേടിയില്ല. അയ്യടാ, അതിന് ഈ ലുട്ടാപ്പിയെ തീരെ പേടിക്കാനില്ലെന്നേ. ഇവനൊരു പാവമാ. പക്ഷേ കുട്ടിച്ചാത്തന്മാരിൽ ദുഷ്ടന്മാരുണ്ട്. അങ്ങനെ ഒരുത്തനെ കാണിച്ചു തരാം. ദാ, ഇവൻ മായാവി, മഹാ തിരുമാലിയ. ഇവൻ തിരുമാലിയാണെന്നോ? എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഒത്തുടായിനി, ഒത്തു. വരുന്ന വഴിക്ക് ആ പിള്ളേരെ കിട്ടി. ഒരു മരത്തിൽ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ഹൂ ഈസ് ദിസ് ഓൾഡ് മാൻ? അസ്ഥികുടം അരിമാവിൽ മുക്കിയത് പോലുണ്ടല്ലോ. ഇതാരാ? ഒരു മൊട്ടത്തലേന്റെ കൂടെ വന്നതാ. വലിയ ജാടക്കാരന്. പട്ടിയാണെന്ന വിചാരമില്ല. എന്നെ ചീത്ത വിളിച്ചു കുട്ടൂസാ. ആഹാ, നീ ഏതാടാ? മര്യാദയ്ക്ക് സംസാരിക്കണം. കള്ള ലക്ഷണമുള്ളവരെ എനിക്ക് അലർജിയാ. മയിൽക്കുറ്റിയിൽ ഓന്തിരിക്കുന്ന പോലെയുള്ള ആ ഒറ്റപ്പല്ലി പോകണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കേ. ഇവൻ ആളൊരു കാന്താരിയാണല്ലോ. പെട്ടെന്ന്
ഓ, ഏ ചെന്നായ്ക്കളാണല്ലോ. ഛേ, എലി 5-6 ഉണ്ടല്ലോ. എല്ലാം കൂടി എങ്ങോട്ടേക്കാണാവോ? അത് ശരി. ഏത് ശരി? ഓഹോ, അപ്പോൾ കാര്യമൊന്നും മനസ്സിലായിട്ടില്ലല്ലേ? ഓടിപ്പോയത് എലിയാണെന്ന് മനസ്സിലായി. കോലാടിന്റെ പോലെ താടി നീട്ടി നടന്നാൽ പോരാ, മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കണം. പട്ടി ഒരു മൃഗമാണല്ലോ. നിന്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഫൂൾസ്, അത് മനുഷ്യന്റെ ഭാഷ പറയാൻ എനിക്കറിയാവുന്നത് കൊണ്ട്. ആ ചെന്നായക്കരച്ചിലിന്റെ അർത്ഥം മനസ്സിലായോന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല, സംഗതി അപകടമാണ്. അപകടമെന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം. തടി കേടാവാണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. ഓൺ യുവർ മാർക്ക്, അറ്റൻഷൻ, പീച്ചെ മൂവ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. എന്ത് അപകടമാ വരാൻ പോകുന്നത്? വരാൻ പോകുന്നതല്ല, വന്നു കഴിഞ്ഞു. കൂടുതൽ തെളിയിച്ചു പറഞ്ഞാൽ നിങ്ങൾ പേടിച്ച് ചത്തുപോകും. എനിക്ക് കുറെ തെളിവുകൾ കൂടി എടുക്കാനുണ്ട്. ഗുഡ് ബൈ. ചേട്ടാ, ഒന്ന് നിൽക്കണേ. കൺഗ്രാജുലേഷൻസ് ആ കിളവിയെ ഫൂളെന്ന് വിളിച്ചതിന്. ഞാൻ കുറെ കാലമായിട്ട് ആശിക്കുന്നതാ, പറ്റിയിട്ടില്ല. ബോസിനെ വിവരം അറിയിക്കണം. ഇത് വെറും ഒരു ഡിറ്റക്റ്റീവിന്റെ കയ്യിൽ ഒതുങ്ങുന്ന കേസല്ല. എന്താ കുട്ടൂസ ആ പട്ടി പറഞ്ഞിട്ട് പോയത്? ചുമ്മാ പേടിപ്പിക്കാൻ. അല്ല പിന്നെ, ഇതൊന്നും കേട്ട് വിരളല്ലേ ഡാഗിനി. നേരം പോയി, നമുക്ക് ആ പിള്ളേരുടെ കഥ കഴിക്കണം. ലുട്ടാപ്പി, നീ പോയി ഒരു കടുവയെ പിടിച്ചോണ്ട് വാ. പിള്ളേരെ, കടുവ പിടിക്കട്ടെ. കടുവയോ? ഞാൻ തന്നെ പോണോ? എടാ മണ്ട, കടുവയെ മയക്കിയിട്ട് പിടിച്ചാൽ മതി. മയക്കുമന്ത്രം പഠിപ്പിച്ചു തന്നതല്ലേ. അധികം വൈകരുത്. ഈ കിളവന്റെ ഓരോ ഐഡിയകള്. അതേ സമയം. കിട്ടി, ഒരുത്തനെ കിട്ടി. ശരു, ഓടി വാ. ഇവന്മാരുടെ ഒടുക്കത്ത ഓട്ടം. ഇവന് ശകലം മുടന്നുള്ളത് കൊണ്ടാ പിടികിട്ടിയത്. വിടടോ, എനിക്ക് തിരക്കുണ്ട്. പിന്നെ ഒരു തിരക്കുകാരൻ. എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? പറയാൻ മനസ്സില്ല. എടാ അഹങ്കാരി, ഞാൻ ആരാണെന്നോ നിന്റെ വിചാരം? ആരായാലും എനിക്കെന്താ. കേരു, ഇവനാളൊരു തറുതല വീരന്. പുഴുങ്ങി തിന്നാൽ തിന്നവന് വയറുവേദന പിടിപ്പിക്കും. അതാ എന്നെ തിന്നാൽ നിങ്ങളെ വിവരമറിയും. എന്റെ ചങ്ങാതിമാര് പോകുന്നത് കണ്ടല്ലോ. അവരെല്ലാരും കൂടി എങ്ങോട്ടാ പോയതെന്നാ വിചാരം? എന്താ, കാട്ടിലെ എലികൾക്കൊക്കെ നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ടോ? ഞങ്ങളുടെ രാജാവ് വന്നിട്ടുണ്ട്. അങ്ങേരോട് കളിക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് സൂത്രന് തലക്കകത്ത് ഒരു പന്തം കത്തിയതുപോലെ തോന്നി. എന്നാൽ പിന്നെ മോൻ പോയാട്ടെ, ചെന്ന് രാജാവിനെ കണ്ടാട്ടെ. ഹോ, അപ്പൊ കുറുക്കച്ചാർക്ക് പേടിയുണ്ട്. സൂത്ര, താനിപ്പോ കാണിച്ചത് മണ്ടത്തരമല്ലേ എന്നൊരു സംശയം. ഹിഹി, അതെന്താ? വിശന്നിട്ടു കണ്ണു കാണാൻ വയ്യടോ. താൻ എന്തിനാ അവനെ വിട്ടത്? പറഞ്ഞു തരാം, പിന്നാലെ ഓടിവാ. കാട്ടിലെ എലികളെല്ലാം കൂടി അവന്മാരുടെ രാജാവിനെ കാണാൻ പോയിട്ടുണ്ട്. ആരാണാവോ ഇവറ്റകളുടെ രാജാവ്? എലികളുടെ രാജാവ് ആരാ? പെരുച്ചാഴിയായിരിക്കും. ആരെങ്കിലും ആകട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. അമ്മോ, എല്ലാം കൂടി കൂട്ടും കൂടിയിരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിക്കും. അതിന് താൻ എന്തിനാ പേടിച്ച് കരയുന്നത്? നമ്മളെ അവറ്റകൾ പിടിച്ചു തിന്നാനൊന്നും പോണില്ല. പക്ഷേ നമ്മൾ അവരെ ഓരോന്നായി പിടിച്ചു തിന്നു. ഒന്ന് പോയാൽ എന്താ, 100 എണ്ണമല്ലേ കിട്ടാൻ പോണത്. ഈ മുടന്തന്റെ പിന്നാലെ പോയാൽ സ്ഥലം കണ്ടുപിടിക്കാം. മനസ്സിലായോ? നമുക്കേ ഇച്ചിരി കഷ്ടകാലമുണ്ട്. അതല്ലേ എലിയെ തിന്ന് വയറ് വീർപ്പിക്കേണ്ടി വരുന്നത്. കഷ്ടകാലത്തിനകത്ത് നല്ല കാലം വരുമ്പോഴാ 100 എലിയെ ഒരുമിച്ച് കിട്ടുന്നത്. താൻ വിഷമിക്കണ്ട, എന്നെങ്കിലും ഇതുപോലെ മുയലുകളുടെ രാജാവ് വരും.
എന്താടോ താനൊന്നും മിണ്ടാത്തത്? ഏ ഷേരു, ഷേരു, ഇത്ര പെട്ടെന്ന് ഷേരു എവിടെ പോയി? ഹലോ ഹലോ, എന്റെ കാട്ടുമുത്തപ്പ കരുനാക്കൻ. ചേട്ടാ, തൂങ്ങിക്കിടന്ന് ബോറടിച്ചു. വാ, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. എന്റെ പൊന്നു കരുനാക്ക, വേണ്ട, നിന്റെ സംസാരമേ അത്ര ശരിയല്ല. നീ എന്നൊക്കെ നാക്ക് വളച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അന്നൊക്കെ എനിക്ക് ഗുലുമാലായിരുന്നു. അങ്ങനെ പറയല്ല ചേട്ടാ, പ്ലീസ്. ഷോ, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെയായി എന്റെ സ്ഥിതി. എന്താ പറഞ്ഞത്? ചേട്ടനെ പാമ്പ് കടിച്ചെന്നോ? എപ്പോ? കരുനാക്ക, ദുഷ്ടാ, മിണ്ടാതിരി. ഹേ, എന്റെ കാട്ടുമുത്തപ്പ, പാമ്പ്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കരുനാക്ക. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എന്നാലും അവന്റെ ഒരു നാക്ക്. ചേട്ടാ, പഹയാ, നീ പിന്നെ വന്നു. സത്യമായിട്ടും അതെന്റെ കുറ്റമല്ല. ഞാൻ പറഞ്ഞില്ലെങ്കിലും മൂപ്പര് താഴെ വീണേനെ. ഒരക്ഷരം മിണ്ടരുത്. ചേട്ടൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. പോടാ, കടന്നു പോകാൻ. ഷോ, ഇതിപ്പോ മോങ്ങാനിരുന്നവന്റെ തലയിൽ തേങ്ങ വീണതുപോലെ ആയല്ലോ. സ്ഥലം വിടുന്നതാ ബുദ്ധി. കരിനാക്കരെ പിടിക്കാതെ ഞാനിനി ഒരു എലിയെ പോലും തിന്നില്ല. ഇത് സത്യം, സത്യം, സത്യം. അതേ സമയം. ഏട്ടാ മിടുക്ക, മിടുക്ക, സംഗതി ഒപ്പിച്ചല്ലോ. സംഗതി വിചാരിച്ചിരുന്നതിനേക്കാൾ ഈസിയായിരുന്നു. എന്നെ കണ്ടപ്പോഴേ ബോധം കിട്ടി. ഞാൻ നോക്കുമ്പം ഇവനൊരു കുറുക്കനെ ഇട്ട് ഓട്ടിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു. അതോടെ ഇവന്റെ കാറ്റ് പോയി. ഏതായാലും ഇവനെ എടുത്ത് ആ പിള്ളേരുടെ മുമ്പിൽ കൊണ്ടിടാം. ഉണരുമ്പോ കടിച്ചു മുറിച്ച് തിന്നട്ടെ. ഇവനെങ്ങാനും ഉണർന്നാലോ ആദ്യത്തെ കടി എനിക്കാ. പേടിക്കാതെ ഡാക്കിനി, ഞാനില്ലേ കൂടെ. ഷോ, അമ്മുമ്മയ്ക്ക് ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാ ഞങ്ങളുടെ കൂടെ വന്നത്? ഇത് തന്നെ സ്ഥലം. കുന്തമിറക്കിക്കോ. ഏ, അയ്യോ, എന്താ കുട്ടൂസ? പിള്ളേരെവിടെ? ഈ മരത്തിൽ കെട്ടിയിട്ടിരുന്നതാ. വള്ളി മാത്രം കിടപ്പുണ്ട്. ആരോ അവന്മാരെ കടത്തിക്കൊണ്ട് പോയി. വാ, പോയേക്കാം. ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? ലുട്ടാപ്പി, കടുവയെടുത്തോ? എന്നാൽ രാജുവും രാധയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ പോയി. വരൂ ചങ്ങാതി. അവർ സ്ഥലം വിട്ടു. മരത്തിന് പിന്നിൽ നിന്ന് മറ്റൊരാൾ പുറത്തേക്ക് വന്നു. നന്ദി മൗഗ്ലി. മൗഗ്ലി വന്നില്ലായിരുന്നെങ്കിൽ ഹോ, ഓർക്കാൻ കൂടി വയ്യ. പക്ഷേ മായാവി ഇപ്പോഴും അവരുടെ പിടിയിലല്ലേ? അതെ, എങ്ങനെയെങ്കിലും മായാവിയെ രക്ഷിക്കണം. മൗഗ്ലി ഒരു നിമിഷം ആലോചിച്ചു. വഴിയുണ്ട്. ഞാനൊന്ന് വേഷം മാറാം. വേഷം മാറുകയോ? എങ്ങനെ? അതൊക്കെ ഉണ്ട്. ദാ വരുന്നു. അല്പം നേരം കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഹേ, മായാവി അല്ല, മൗഗ്ലി. അത്ഭുതം. പെട്ടെന്ന് കണ്ടാൽ മായാവിയാണെന്നേ പറയൂ. മായാവിയെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടില്ലെന്ന് മാത്രം. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, അവരുടെ അടുത്തേക്ക്. അതേ സമയം. കടിച്ചതും പോയി പിടിച്ചതും പോയി എന്ന് പറഞ്ഞ പോലെ ആയി. പിടിച്ചത് പോയിട്ടില്ല ഡാഗിനി. താ ഇവൻ കയ്യിലില്ലേ? ആ, സൂത്ര. അയ്യോ, കടുവച്ചാർ ഉണർന്നു. പക്ഷേ എന്റെ കാട്ടുമുത്തപ്പ. ദേ, പിന്നെയും പോയി ബോധം. ഏടാ, ഇത് കടുവയോ പൂച്ചയോ? എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഈ പേടിക്കോലത്തിന്? പിള്ളേരെ,
ഇനിയും പിടിക്കാൻ യാതൊരു വഴിയും കാണുന്നില്ലല്ലോ കുട്ടൂസ. വഴിയുണ്ട് ഡാഗിനി. ഈ കുട്ടൂസനെ പറ്റി എന്തു വിചാരിച്ചു? ഒരു അത്യുഗ്രൻ വഴിതാ ഈ സഞ്ചിയിലുണ്ട്. ഇതെന്താ, പരീക്ഷ പേപ്പറോ? പരീക്ഷ പേപ്പറല്ല, മാന്ത്രിക പേപ്പർ. ഇതിനകത്ത് ഞാൻ ആ പിള്ളേരുടെ പേരെഴുതുന്നു. രാജു, രാധ. ഇനി 4 വരി മന്ത്രമുണ്ട്. അത് കഴിഞ്ഞ് ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അയാൾ ഈ പിള്ളേരുടെ മുന്നിൽ വന്ന് ചാടും. മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ പേര് പറയും. അതോടെ പിള്ളേരെ എവിടെയാണെങ്കിലും ഞാൻ അവിടെ എത്തും. എന്നാ പിന്നെ വൈകിക്കേണ്ട, മന്ത്രം തുടങ്ങിക്കോ. ജഗണ ജുഗണ മണ്ടാനി ശകട വികട മുണ്ടാനി ചകിണി ജുഗണി ചുക്കാണി. മൗഗ്ലി, നമ്മൾ കരുതിയതിനേക്കാൾ മികച്ച തക്കമാണിത്. ചകിരി മകിരി തേങ്ങാണി. 4ാമത്തെ വരെയായി, വേഗം. മിന്നൽ പോലെ മൗഗ്ലിയുടെ നീക്കം. മായാവി. കുട്ടൂസൻ മായാവി എന്ന് പറഞ്ഞതും മന്ത്രം ഫലിച്ചു. ഞാൻ രാജുവിന്റെയും രാധയുടെയും മുന്നിലെത്തി. പിന്നെ മായാവി. 2 മായാവിയോ? ഓടിക്കോ, ഇനി രക്ഷയില്ല. നന്ദി നന്ദി മൗഗ്ലി. മായാവി, ഇനി എന്റെ വേഷം അഴിച്ചു മാറ്റാമല്ലോ. ഈ കൊമ്പുകൾ 2ഉം വലിയ മുള്ളുകളാ. തലയിലെ കെട്ട് വെറുമൊരു കാട്ടുവള്ളിയും. ഈ വടി എങ്ങനെ ഒപ്പിച്ചു? മുള്ളു നിറഞ്ഞ ഒരുതരം പഴം കമ്പിൽ കുത്തി നിർത്തിയെന്നു മാത്രം. ഹഹാ, കൊള്ളാം. വൈകാതെ പോയിട്ട് വരാം കൂട്ടുകാരെ. വീണ്ടും കാണാം മൗഗ്ലി. ഹാവൂ, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചല്ലോ. ഇല്ല, രാത്രിയായില്ലേ, പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ന് വച്ചാൽ? കുപ്പിയിരുന്ന് ഞാൻ കേട്ടതെല്ലാം ശരിയാണെങ്കിൽ വലിയൊരു അപകടം എത്തിക്കഴിഞ്ഞു. ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഞാൻ ഒഴികെ ഒരൊറ്റയാളെ അപകടത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളൂ. ആരാണത്? തുമ്പൻ. വിക്രമനും മുത്തുവും ആയുധങ്ങളുമായി കോട്ടക്കരയിലേക്ക്. നമ്മൾ കരുതിയതിലും വൈകി. രാത്രിയാവും മുമ്പേ വരാമായിരുന്നു. വിക്രമ, ദേ വേറൊരു പെട്ടി. ഇന്നൊരു പെട്ടി ദിവസമാണല്ലോ. ഈ പെട്ടി വെട്ടിപ്പൊളിക്കണ്ട, പാതി തുറന്നാ കിടക്കും. എന്നാൽ പെട്ടിയിൽ നിന്ന് പുറത്തു വന്നത്, യു ആർ അണ്ടർ അറസ്റ്റ്. ചതിച്ചോ ജമ്പൻ? പെട്ടി കണ്ടാൽ നിങ്ങൾ വിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പറ, എവിടെ മറ്റേ പെട്ടി? പറയാം. വിക്രമൻ എല്ലാ കാര്യങ്ങളും ജമ്പനോട് പറഞ്ഞു. ഓഹോ, എങ്കിൽ ചലോ പഴയ കോട്ട. കോട്ടയ്ക്കകത്ത് എന്തൊരിരുട്ട്. ജമ്പൻ സാറേ, ദാ ആ മൂലയ്ക്കാ പെട്ടി. ഡോൺ വെറി, ഒരു ഡിറ്റക്റ്റീവിന്റെ കയ്യിൽ എപ്പോഴും ടോർച്ചുണ്ടാവും. ജമ്പൻ ടോർച്ച് തെളിച്ചു. ആ കാഴ്ച കണ്ട് ജമ്പന്റെ കണ്ണുകളും ടോർച്ച് പോലെ മിന്നിപ്പോയി. തുറന്നു കിടക്കുന്ന പെട്ടി. മൈ ഗോഡ്, നിധി ആരോ അടിച്ചു മാറ്റി. പെട്ടെന്ന് പുറത്ത് എന്തോ ശബ്ദം കേട്ടു. ആരോ ഓടിപ്പോകുന്നു. ക്യാച്ച് ഹിം. ജമ്പൻ പുറത്തേക്ക് കുതിച്ചു. അതാ ഓടിപ്പോകുന്നു വെളുവെളുത്ത നിറമുള്ള പടുകൂറ്റൻ ചെന്നായ. അതോടൊപ്പം 100 കണക്കിന് ചെന്നായകളുടെ ഓരിയിടൽ ആലയടിച്ചു. കുറച്ചകലെ അവൻ പുറത്തിറങ്ങി. ഈ മൊട്ടത്തലയൻ ബോസ് എവിടെ ചെന്ന് കിടക്കുന്നോ ആവോ. മിക്കവാറും അങ്ങേരുടെ കാര്യം കട്ടപ്പോഹയാവും. ഇതാണ് മണ്ടന്മാരെ പിടിച്ച് ബോസാക്കിയാലുള്ള കുഴപ്പം.
അപ്പോഴതാ ജമ്പൻ ടോർച്ചും പിടിച്ച് അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രതിമ പോലെ നിൽക്കുന്നു. ഓഹോ, ഇവിടെ ഉണ്ടോ? ഇപ്പോഴും ജീവനുണ്ടല്ലോ അല്ലേ? ഫുൾ കൊള്ളക്കാരെ പിടിക്കാൻ പോയിട്ട് എവിടെയായിരുന്നു ഇതുവരെ? ഇങ്ങനെ മണ്ടത്തരം പറയുന്ന ഡിറ്റക്റ്റീവുമാരെ പിരിച്ചുവിടണം. താങ്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യം. കൊള്ളക്കാരെ ഞാൻ പിടിച്ച് ഇതിനകത്തിട്ടിട്ടുണ്ട്, അറിയാമോ? അകത്ത് കിടക്കുന്നവരുടെ കാര്യം പോട്ടെ, ഒരുത്തൻ പുറത്തു പോയത് അറിഞ്ഞില്ലായിരിക്കും. പുറത്തു പോയവനോ? ഓ, ആ ചെന്നായയായിരിക്കും. അവൻ ഈ കേസിൽ പങ്കില്ല. ദൈവമേ, ഈ ഒഴിഞ്ഞ തല നീ തന്നെ കാത്തോളണേ. അസിസ്റ്റന്റ് അതിര് കിടക്കുന്നു. എങ്കിൽ പറയാം, ആ ചെന്നായയാണ് ഈ കേസിലെ മുഖ്യ പ്രതി. എങ്ങനെ? പറയാം. ഇടയ്ക്കു കയറി ചോദിക്കുകയോ പേടിച്ച് ബോധം കെടുകയോ ചെയ്യരുത്. മറ്റൊരിടത്ത് ഇപ്പം ഡാഗിനി പറഞ്ഞത് നേരെയായി. കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. കഷ്ടകാലത്തിന് ആ മാന്ത്രിക കടലാസ് എവിടെയോ വീണും പോയി. ആരോ വരുന്നുണ്ടല്ലോ. ഹമ്പടാ, അതവനാ, ആ പേടിത്തൊണ്ടൻ കടുവ. നാശം, ഇവനെ ഇനി ഇവിടെ കണ്ടുപോകരുത്. ഓടിച്ചു വിടടാ ലുട്ടാപ്പി അവനെ. ബോധം കെട്ടാൽ കഥ കഴിയുമെന്ന് അറിഞ്ഞിട്ടോ എന്തോ ഇത്തവണ ഷേരു ബോധം കെട്ടില്ല. എന്റെ അമ്മോ, പിന്നെയും പ്രേതം. ശല്യം പോയി കിട്ടി. അതാരാത്? ഏത്? കുട്ടൂസൻ തിരിഞ്ഞു നോക്കി. ഒടേ തമ്പ്രാനേ, രാക്ഷസ ചെന്നായ. മന്ത്രം ചൊല്ലി അതിനെ മയക്ക് കുട്ടൂസ. രക്ഷയില്ല ഡാഗിനി, മന്ത്രം ഏൽക്കുന്നില്ല. ദേ, അതിന്റെ രൂപം മാറുന്നുണ്ടോന്നൊരു സംശയം. ചെന്നായയുടെ രൂപം പതുക്കെ പതുക്കെ മറഞ്ഞു. പകരം മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, ആരാ? മനസ്സിലായില്ല. ഡ്രാക്കുള. അതേസമയം മറ്റൊരിടത്ത് ഹിഹി, ഈ പ്രദേശം മുഴുവൻ കിണികളായി. ഇനി ആ കരുനാക്കനൊന്ന് ഇതിലെ പറന്നാൽ മാത്രം മതി. ഷോ, അവൻ എവിടെ പോയോ ആവോ? കരിനാക്ക, ചാവാൻ തയ്യാറായിക്കോ. അതേസമയം നിന്നെ ഈ ജില്ല കടത്തിയിട്ടേ ഈ ലുട്ടാപ്പി അടങ്ങും. ഓട്ടത്തിനിടയിൽ ലുട്ടാപ്പി പരിചയമുള്ള ഒരു സ്വരം കേട്ടു. അതവരല്ലേ? തുമ്പൻ പറഞ്ഞ വാർത്ത കേട്ട് ഇടിവിട്ടേറ്റതുപോലെ നിൽക്കുകയായിരുന്നു ജമ്പൻ. അപ്പോൾ വിക്രമൻ കൊണ്ടുവന്നത് ശവപ്പെട്ടിയായിരുന്നോ? അതെ, പെട്ടിക്കകത്ത് നിന്ന് എണീറ്റ് പോയത് ശവവും. എന്റെ ഊഹം ശരിയാണെങ്കിൽ അത് ഡ്രാക്കുളയായിരുന്നു. ഡ്രാക്കുള. തലയ്ക്കകത്ത് ഒരു ബൾബ് ഫ്യൂസ് ആയതുപോലെ തോന്നി ജമ്പന്. എനിക്ക് തലയ്ക്കൊരു പെരുപെരുപ്പ്. നോ, ബോധം കെടാനുള്ള നേരമല്ല ഇത്. ഉള്ള നേരത്ത് സ്ഥലം വിടാം, അതാ ബുദ്ധി. ജമ്പന്റെ കർത്തവ്യബോധം പൊടുന്നനെ ഉണർന്നു. പാടില്ല, ഒരു ഡിറ്റക്റ്റീവ് പേടിത്തൊണ്ടനെ പോലെ ഒളിച്ചോടാൻ പാടില്ല. എങ്കിലൊരു മരമണ്ടനെ പോലെ പ്രേതം പിടിച്ച് ചാവാം. ഐഡിയ. ഡ്രാക്കുളപ്പെട്ടി കൊണ്ടുവരാൻ വിക്രമൻ ഉപയോഗിച്ച ടൈം മെഷീൻ അവന്മാരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതുപയോഗിച്ച് ഡ്രാക്കുളയെ തിരിച്ചു കൊണ്ടുപോകാം. ജമ്പൻ കോട്ടയ്ക്കകത്തു പോയി യന്ത്രവുമായി മടങ്ങി വന്നു. കിട്ടി, ഇത് നമ്മൾ കസ്റ്റഡിയിൽ വെക്കണം. അടുത്ത നിമിഷം ഒരു നിലവിളി മുഴങ്ങി. അയ്യോ, അതാ ഓടി വരുന്നു കുട്ടൂസൻ. രക്ഷിക്കണേ, ഡാഗിനിയെ ഡ്രാക്കുള പിടിച്ചേ. ആനയുടെ വലിപ്പമുള്ള ചെന്നായ, അത് ഡ്രാക്കുളയാ. ആ, അറിയാം. അതോ, എന്താ അവിടെ ഒരു ശബ്ദം? അത് ലുട്ടാപ്പി ബോധം കെട്ട് വീണതാ. പുള്ളി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഡോൺ വെറി ഓൾഡ് മാൻ, ഡ്രാക്കുളയെ ഈ ജമ്പൻ തിരിച്ചയക്കും. എങ്ങനെ? ദാ ഈ യന്ത്രം ഉപയോഗിച്ച്. ജമ്പൻ പറഞ്ഞു തീർന്നതും കയ്യിലിരുന്ന യന്ത്രം പൊട്ടിച്ചിതറി.
ഒപ്പം പുറകിലൊരു പൊട്ടിച്ചിരി ഉയർന്നു. ഡ്രാക്കുളയും ഒരു പറ്റം ചെന്നായ്ക്കളും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നല്ല നേരത്ത് സ്ഥലം വിടാമെന്ന്. ഇനിയിപ്പൊ അനുഭവിച്ചോ. ജമ്പൻ തോക്കു ചൂണ്ടി അലറി വിളിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ്. മണ്ടത്തരം പറയരുത്. പ്രേതത്തെ പൂട്ടിയിടുന്ന ജയില് നമ്മുടെ നാട്ടിലില്ല. ഡ്രാക്കുള ചെന്നായ്ക്കളോട് കൽപ്പിച്ചു. ചെല്ലു, ഇവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അലറിയടുക്കുന്ന ചെന്നായിപ്പട. ബോസ്, ഈ അപ്പൂപ്പനെ പേടിച്ച് വട്ടായെന്നൊരു സംശയം. തോക്ക് പൊട്ടുന്നില്ല, ഓടിക്കോ. നീ രക്ഷപ്പെട്ടാൽ നാട്ടിലെനിക്ക് ഒരു സ്മാരകം പണിയണം. പറ്റുമെന്ന് തോന്നുന്നില്ല. രക്ഷപ്പെടണമെങ്കിൽ അത്ഭുതം സംഭവിക്കണം. അത് സംഭവിച്ചു. നമ്മളെ കടിക്കാൻ വന്ന കശ്മലന്മാർ അതാ പൊങ്ങിപ്പോകുന്നു. വെളുത്ത ചെന്നായ്ക്കൾ മേഘങ്ങൾ പോലെ ആകാശത്ത് പറന്നു നടന്നു. ഡ്രാക്കുളയുടെ കണ്ണുകൾ ജ്വലിച്ചു. ആരാണിത് ചെയ്തത്? ഞാൻ. മായാവി, മായാവി. അടുത്ത നിമിഷം ഡ്രാക്കുള ചെന്നായയുടെ രൂപമെടുത്തു. എങ്ങോട്ടോ ഓടിമറഞ്ഞു. നേരം വെളുക്കാറായി. ഡ്രാക്കുള ഉടനെ തിരിച്ചു വരും. പകൽ സമയം അവന് പെട്ടിയിൽ കിടന്നേ പറ്റൂ. പെട്ടിയിൽ കയറിയാൽ എളുപ്പമല്ലേ, മരക്കുറ്റി അടിച്ചു കയറ്റി നശിപ്പിക്കാമല്ലോ. ഇല്ല, നടപ്പില്ല. ഡ്രാക്കുള അങ്ങനെ ഇല്ലാതാവുന്ന വിദ്യ അറിയാവുന്നവർ നമുക്കിടയിലില്ല. അപ്പോൾ ഞാൻ മറ്റൊരു വിദ്യ പറയാം. പണ്ടെങ്ങോ വായിച്ച ഓർമ്മയുണ്ട്. സൂര്യൻ ഉദിക്കും മുമ്പ് പെട്ടിയിലേക്ക് ഡ്രാക്കുള തിരിച്ചു വരും. അപ്പോൾ പെട്ടിയിൽ മറ്റാരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അവന്റെ ശക്തി കുറയും. അന്നേരം ഡ്രാക്കുളയ്ക്ക് രൂപം മാറേണ്ടി വരും. രൂപം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റു. ഡ്രാക്കുളയുടെ പെട്ടിയിൽ കിടക്കാൻ ഞാൻ തയ്യാർ. ഡ്രാക്കുള അതാ തിരിച്ചു വന്നു. അയ്യോ, അവൻ കോട്ടയിൽ കയറിക്കഴിഞ്ഞു. നമ്മൾ വൈകി. അവൻ അകത്തെത്തി. തുമ്പാ, വേഗം. ഇല്ല, നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഡ്രാക്കുള പെട്ടി തുറന്നു കഴിഞ്ഞു. എന്നാൽ പെട്ടി തുറന്നതും ഡ്രാക്കുളയുടെ മുഖം വികൃതമായി. അടുത്ത നിമിഷം ഡ്രാക്കുള ഒരു കടവാവലായി രൂപം മാറി. എന്നിട്ട് പുറത്തേക്ക് പറന്നു. അപ്പോൾ ആരോ പെട്ടിയുണ്ട്. ആരായിരിക്കും? അവർ വേഗം പെട്ടിക്കടുത്തെത്തി. വാട്ട് എ സർപ്രൈസ്. നടന്നതൊന്നും അറിയാതെ സുഖമായി കൂർക്കം വലിച്ചുറങ്ങുന്ന ഷേരു. കൂട്ടുകാരെ, എനിക്കല്പം ജോലി ബാക്കിയുണ്ട്. പുറത്ത്. അവസാനം അതാ വരുന്നു കരുനാക്കൻ. സൂത്രന്റെ സൂപ്പർ കെണി. അയ്യോ, സോറി, ആളുമാറി. ഇതാരാ? സൂത്രൻ എന്റെ ജോലി എളുപ്പമാക്കി. അത് രൂപം മാറിയ ഡ്രാക്കുളയായിരുന്നു. മായാവി പറന്നിറങ്ങി. എന്നിട്ട് മാന്ത്രിക വടി കൊണ്ട് ഡ്രാക്കുളയെ തൊട്ടു. പെട്ടെന്ന് ഡ്രാക്കുള പൊടിയായി മണ്ണിനോട് ചേർന്നു. അടുത്ത നിമിഷം നൂറുകണക്കിന് എലികൾ കോട്ടയിൽ നിന്ന് ഇറങ്ങി ഓടി എവിടെയോ മറഞ്ഞു. വൈകാതെ അങ്ങനെ എല്ലാം അവസാനിച്ചു. മായാവി അറിഞ്ഞോ? കുട്ടൂസനും ഡാഗിനിയും ലുട്ടാപ്പിയും പനി പിടിച്ച് കിടപ്പിലായി. ഹലോ ചെന്നിനായകം, 2 കൊള്ളക്കാരെ ഞാൻ പിടിച്ച് കോട്ടയ്ക്കകത്ത് പൂട്ടിയിട്ടുണ്ട്. അറസ്റ്റ് ദം. പ്രധാനമന്ത്രി വിളിച്ചു, ഡൽഹിയിലോട്ടൊന്ന് ചെല്ലാമോ എന്ന്. അപ്പോൾ മായാവി, നമുക്ക് പിരിയാൻ നേരമായി. 1 മിനിറ്റ്. കെണി ഞാൻ കണ്ടു, തകർപ്പൻ. പോലീസിൽ ചേരാൻ താല്പര്യമുണ്ടോ? ഇനിയും കാണാം. മറന്നു, ഡ്രാക്കുളയെ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു, പത്രത്തിൽ കൊടുക്കാൻ. സൂത്ര, എനിക്കൊരു സംശയം. ഇവന്മാരൊക്കെ ആരാ?
ആർക്കറിയാം. ഹലോ, അമ്മേ കരുനാക്കൻ, എന്താ ഒരു ബഹളം കേട്ടത്? കോട്ട ഇടിഞ്ഞു വീണതാണോ? ദുഷ്ടൻ നാക്കു വളച്ചു, ദാ ഇടിഞ്ഞു പോരുന്നു കോട്ട, ഓടിക്കോ.